ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദം ആൻഡ് മീ. സോ ദാ നമ്മുടെ മുമ്പിൽ കാണുന്ന സാധനമാണ് നമ്മുടെ പെട്രോൾ കുഴിച്ച് എടുക്കുന്ന മെഷീനാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നതാണ് PDO നോളജ് വേൾഡ് എക്സിബിഷൻ സെൻറ്റർ, അതാണ് ഇതിൻ്റെ പേര്. സോ ഇനി നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം. നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോകുന്ന വഴിക്ക് തന്നെ എന്തോ ഒരു സ്റ്റാച്യു ഉണ്ട് കേട്ടോ. ഇതൊരു ഭൂമിയുടെ ഒരു ഷേപ്പാണ്. പിന്നെ ഇതാണ് PDO പെട്രോളിയം ഡെവലപ്മെൻറ്റ് ഒമാൻ എന്നുള്ളതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു മാപ്പാണ് കേട്ടോ. ഇതാണ് പവർ ടവർ. കാറ്റിൻ്റെ എനർജി കൊണ്ട് എങ്ങനെ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാമെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇത് കറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ഫാനും അതേപോലെ തുണി കൊണ്ടുള്ള ലീഫും അതേപോലെ കുറച്ച് സോളാർ പാനൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഒരു പന്ത് എടുത്തിട്ട് അവിടെ ഒരു ഹോൾ കാണുന്നില്ല, അവിടെ കൊണ്ടുപോയി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ 1 മീറ്റർ ആ പന്ത് പൊക്കിയെന്നാണ്. അതിന് എത്ര എനർജി യൂസ് ചെയ്തെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, നമ്മൾ കുറേ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അങ്ങനത്തെ ഒരു പന്തുകളുടെ ഒരു കൂട്ടമുണ്ട് അല്ലേ. ഇത് ഒരു പന്ത് വിട്ട് കഴിഞ്ഞാൽ അപ്പുറത്തെ പന്ത് വർക്കാവും. പക്ഷേ ഇത് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു പന്ത് താഴ്ത്തിക്ക് നല്ലപോലെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നേരെ വർക്കായിട്ടുണ്ടായിരുന്നില്ല അല്ലേ. പിന്നെ അത് അവിടെ ഒരു ഫാന് കറക്കാണ്ട്, നമ്മളവിടെ കൈ കൊണ്ട് കറക്കുക കേട്ടോ ചെയ്യുന്നത് കണ്ടില്ലേ. അങ്ങനെ തിരിക്കുമ്പോൾ അതിൻ്റെ ഫോഴ്സിൽ ആ ലീഫുകൾ കറങ്ങുന്നുണ്ട് ചെയ്യുന്നത്. അതായത് ഫാനിൽ നിന്ന് വരുന്ന കാറ്റ് ലീഫിലേക്ക് തട്ടിയിട്ട് ആ ഒരു ലെയർ മാത്രം സ്പീഡിൽ കറക്കും. മേലെ എന്തൊക്കെയോ ഒരു നീല കളർ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ വെള്ളം തന്നെ നീല കളറാക്കി വെച്ചതാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കെറോസിന് വല്ലതും ഒഴിച്ചതാവാം. അപ്പോൾ ഞങ്ങളിങ്ങനെ കറക്കി. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജികളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. അത് തിരിക്കുമ്പോൾ എനർജി കുറയും കൂടുമെന്നാണ് പറയുന്നത്. അതായത് ഈ പന്തിൻ്റെ സ്പീഡ് കൂടും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നമ്മുടെ കാറ്റ് വരുത്തുമ്പോൾ ആ പന്തുകളെ തുള്ളിച്ചാടുക കേട്ടോ. പിന്നെ നമുക്ക് അവിടെ വെളിച്ചടിച്ചിട്ട് കാണില്ല, ആ വയലറ്റ് അവസാനം അത് സോളാർ പാനലാണ്. അതിലേക്ക് വെളിച്ചടിക്കുമ്പോൾ അത് ആ ഒരു ലെയർ മാത്രം സ്പീഡിൽ കറങ്ങും. റേഡിയൻ എനർജി കണ്ടില്ലേ. ഇനി നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോകാം. അവിടെയാണ് ഇനി അടുത്തുള്ള ടാസ്കുകളൊക്കെ ഉള്ളത്. ഇതെന്തോ ഒരു ടാസ്ക്കാണ് കേട്ടോ. പക്ഷേ ഞങ്ങളിത് കറക്കുമ്പോൾ അടിഭാഗത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വർക്കാവുള്ളൂ. ഇതൊരു കോയിലും അതൊരു മാഗ്നറ്റുമാണ്. അതിൻ്റെ കോയിലിൻ്റെ ഉള്ളിൽ കൂടെ മാഗ്നറ്റ് കടത്തി വിടുമ്പോൾ അതിനകത്ത് നിന്ന് വരുന്ന എനർജിയാണ് നമുക്കിവിടെ ഒരു ലൈറ്റായിട്ട് കാണുന്നത്. ഇപ്പം ഞാൻ മാഗ്നറ്റ് കോയിലിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിടുമ്പോൾ കിട്ടുന്ന വോൾട്ടേജ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ. ഏകദേശം 5-6 വോൾട്ടേജ് വരെ കിട്ടുന്നുണ്ട് കണ്ടില്ലേ. ഇനി അവിടെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ദേഹത്ത് കൂടെ എത്ര അയേണിൻ്റെ പവർ ഉണ്ടെന്നാണ്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കടത്തി വിടാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് നേരം എനർജി ജേണി, അതായത് എങ്ങനെയാണ് എനർജി ഉണ്ടായെന്നുള്ളൊരു ജേണിയിലേക്ക് പോകാം, അല്ലെങ്കിൽ ഒരു യാത്രയിലേക്ക് പോകാം. ഇതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആരാണ് ഡെവലപ്പ് ചെയ്തത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ.
അതൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8-7 പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ഉപയോഗമാവും കേട്ടോ. അവർക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. കാരണം അവർക്കാവും കൂടുതലായിട്ടും എനർജി എന്താണ്, അതെങ്ങനെയാണ് ഉണ്ടായത് എന്നൊക്കെ പഠിക്കാനുണ്ടാവുക. പിന്നെ അതാ ഇവിടെ എന്തോ ഒരു നമ്മളെ കാണുന്നില്ല, ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നില്ലേ, അതിനകത്ത് ഫാനാട്ടോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ അതിനകത്ത് നിന്നുള്ള കാറ്റ് കൊണ്ടാണ് അത് കറങ്ങുന്നത്. പിന്നെ അതാ ഇവിടെ ഒരു ട്രെയിനുണ്ട്. പണ്ട് കാലത്ത് ചാർക്കോള് ഇട്ട് ഓടുന്ന ട്രെയിൻ ഉണ്ടായിരുന്നില്ല, അതാണിത്. കണ്ടില്ലേ, ഗോൾഡൻലി സിവിലൈസേഷൻ. ഇതാണ് പണ്ട് കാലത്ത് ഓടിയിട്ടുണ്ടായിരുന്ന ട്രെയിന്. അവിടെ റെഡ് ലൈറ്റ് കത്തുന്നിടത്താണ് നമ്മൾ ചാർക്കോൾ ഇടുക. പിന്നെ അതാ ഇതൊക്കെ എത്ര വെളിച്ചം തരും എന്നുള്ളതാണ്. അത് സ്ട്രീറ്റ് ലാമ്പ്, ഇതും ചെറിയൊരു സ്ട്രീറ്റ് ലാമ്പ്. ഇതൊക്കെ ഓരോരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ സൂര്യനിലുണ്ടാകുന്നൊരു ഇതിനെ ബേസ് ചെയ്തിട്ടാട്ടോ, പൊട്ടിത്തെറിയെ ബേസ് ചെയ്തിട്ടാണ്. നിങ്ങൾ കണ്ടോ, അത് കണ്ടോ, അത് അവിടെ ചെന്ന് ഇടിക്കുമ്പോൾ അതിനകത്തുനിന്ന് വരുന്ന ഒരു ഫോഴ്സിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ റെഡ് വെളിച്ചം ഉദ്ദേശിക്കുന്നത് പൊട്ടിത്തെറിയാണ് കേട്ടോ. വാണിംഗ്, ഇതൊക്കെ ദ സൈസ് കറൻറ്റ് വേൾഡ് പോപ്പുലേഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. എമൗണ്ട് ഓഫ് എനർജി യൂസ്ഡ്, അതേപോലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ എടുത്തുന്നത്. കണ്ടില്ലേ, അതൊക്കെ എപ്പോഴും മാറും കേട്ടോ. കണ്ടില്ലേ, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ടല്ലേ. എമൗണ്ട് ഓഫ് ഫോറസ്റ്റ് ലോസ്റ്റ് ഇൻ ദിസ് ഇയർ, അത്രയും എമൗണ്ട് ഓഫ് ഫോറസ്റ്റ് ലൂസ് ചെയ്തു എന്നാണ് പറയുന്നത്, അതായത് നഷ്ടപ്പെട്ടു എന്നാണ്. ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് എമിഷൻ ഇൻ ദിസ് ഇയർ, ഇതൊക്കെ കാർബൺ ഡയോക്സൈഡിനെ കുറിച്ചുള്ളതാണ്. പിന്നെ കറൻറ്റ് ആവറേജ് ടെമ്പറേച്ചർ,
ഇതിൽ നമുക്ക് വെള്ളം തിരിച്ചു വിടാനായിരുന്നു കേട്ടോ. വെള്ളത്തിനെ നേരെ ഒരു ഫോഴ്സിൽ വിടാനായിരുന്നു. പിന്നെ ഒരു സൈക്കിള് ചവിട്ടിയിട്ട് കുറച്ച് കാറ്റ് കൊടുത്തിട്ട് ഒരു സാധനം കറക്കാനുണ്ട്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് തിരമാലയിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ എന്നുള്ളതായിരുന്നു. ഇവിടുത്തെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് പലതരം എനർജികൾ ഉണ്ടാകുന്നതെന്നാണ് ഇവിടുന്ന് നമുക്ക് പഠിക്കാൻ പറ്റുക കേട്ടോ.